Arterial system of rabbit. The arterial system has two aortic arches. One is the pulmonary aorta and second one is called the left carotidosystemic aorta. So this is the pulmonary aorta. This starts from the right ventricle divides into right and left pulmonary artery. Divides into right and left pulmonary artery. It goes to the respective lungs for their oxygenation. So this is what pulmonary aorta. Right ventricle ആരംഭിച്ചിട്ട് റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും ഡിവൈഡ് ചെയ്യും, എന്നിട്ട് ലങ്സിലേക്ക് പോകും. രണ്ടാമത്തേത് കരോട്ടിക്കോസിസ്റ്റമിക് അയോട്ട എന്ന് ഒറിജിനേറ്റ് ഫ്രം ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ. അപ്പോൾ പൾമണറി അയോട്ട ക്യാരി ചെയ്യുന്നത് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്. കരോട്ടിക്കോസിസ്റ്റമിക് അയോട്ട ക്യാരി ചെയ്യുന്നത് ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്. ആ ഓക്സിജനേറ്റഡ് ബ്ലഡ് ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലേക്കും സപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഈച്ച് ആൻഡ് എവറി സെൽസ്, ടിഷ്യൂസ് ആൻഡ് ഓർഗൻസ്. അതിനു വേണ്ടിയിട്ടാണ് കരോട്ടിക്കോസിസ്റ്റമിക് അയോട്ട ഉള്ളത്. So the main function of carotidosystemic aorta is to supply nutrient and oxygen to every cells, the whole body. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ലെഫ്റ്റ് വെൻട്രിക്കിൾ നിന്നാണ്. ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. From here it starts. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, റെഡ് കളറിലുള്ളത്. എന്നിട്ട് അതിൻ്റെ ഫസ്റ്റ് ബ്രാഞ്ചസിനാണ് കൊറോണറി ആർട്ടറി എന്ന് പറയുന്നത്. കൊറോണറി ആർട്ടറി, ദിസ് വൺ കൊറോണറി ആർട്ടറി വിച്ച് സപ്ലൈ ബ്ലഡ് ടു ദ ഹാർട്ട് മസിൽസ്, ഫോർ ദ കാർഡിയാക് മസിൽസിന് ബ്ലഡ് സപ്ലൈ ചെയ്യുന്നു. അതിന് റൈറ്റും ലെഫ്റ്റും ബ്രാഞ്ചസ് ഉണ്ട്. അതാണ് കരോട്ടിക്കോസിസ്റ്റമിക് അയോട്ടയുടെ ആദ്യത്തെ ആർട്ടറി എന്ന് പറയുന്നത്. അതിന് ഹാർട്ടിന് ജസ്റ്റ് പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് തന്നെ ഇറ്റ് ഡിവൈഡ്സ് ഇൻ ടു ടു. So the first one is called the innominate artery, and the second one is called the left subclavian artery. അപ്പോൾ കരോട്ടിക്കോസിസ്റ്റമിക് അയോട്ടയുടെ രണ്ട് മെയിൻ ബ്രാഞ്ചസ് ആണ്. ഹാർട്ടിന് പുറത്തേക്ക് വന്ന ഉടനെ അതിൻ്റെ ആർച്ച് ഭാഗത്ത് ഇറ്റ് ഡിവൈഡ്സ് ഇൻ ടു എ ഇന്നോമിനേറ്റ് ആർട്ടറി ആൻഡ് left subclavian, innominate artery and left subclavian. ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇടത് ഭാഗം, സബ് എന്ന് പറഞ്ഞാൽ താഴെ, ക്ലേവിയൻ എന്ന് പറഞ്ഞാൽ ഷോൾഡർ ബോൺ. അപ്പോൾ നമ്മൾ ഷോൾഡർ ബോണിൻ്റെ താഴത്തെ കൂടിയാണ് നമ്മൾ ഇടത് കൈയിലേക്ക് ആ ബ്ലഡ് വെസൽസ് പോകുന്നത്, ആർട്ടറി പോകുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ലെഫ്റ്റ് സബ്ക്ലേവിയൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിന് innominate artery എടുക്കുക. Innominate artery divides into right ആയിട്ട്, then it's divided into left, divides into right and left carotids. അപ്പോൾ ഇതിനാണ് കരോട്ടിഡ് ആർട്ടറി എന്ന് പറയുന്നത്. So this is the left carotid artery and this is the right carotid artery. അതേതുകൂടിയൊക്കെ പോകുന്നത് നമ്മുടെ കഴുത്തിൻ്റെ രണ്ട് സൈഡിലൂടെ, ട്രക്കിയുടെ രണ്ട് സൈഡിലായിട്ട് ആണ് തലയുടെ മുകളിലേക്ക് പോകുന്ന ആർട്ടറിയാണ് കരോട്ടിഡ് ആർട്ടറി എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മൾ കൈവച്ചിട്ട് പൾസ് പിടിക്കുന്നത്. തൊണ്ടയുടെ ഭാഗത്ത് നമുക്ക് കൈവച്ച് കഴിഞ്ഞാൽ ഗെറ്റ് ദ പൾസ് കിട്ടും. ഇനി അവിടുന്ന് ഈ ലെഫ്റ്റ് കരോട്ടിഡും റൈറ്റ് കരോട്ടിഡും ഡിവൈഡ്സ് ഇൻ ടു ടു, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഇസ് കോൾഡ് ഇന്റേണൽ കരോട്ടിഡും എക്സ്റ്റേണൽ കരോട്ടിഡും. So right external carotidum, right internal carotidum, അതേപോലെ ലെഫ്റ്റ് ഇന്റേണൽ കരോട്ടിഡും ലെഫ്റ്റ് എക്സ്റ്റേണൽ കരോട്ടിഡും. ഓക്കെ, സോ innominate artery divides into right and left carotid. ഇത് ലെഫ്റ്റ് കരോട്ടിഡ് ആണ്. അതിൻ്റെ എൻഡിൽ ഇറ്റ് ഡിവൈഡ്സ് ഇൻറ്റു എ ഇന്റേണൽ കരോട്ടിഡ് ആൻഡ് എക്സ്റ്റേണൽ കരോട്ടിഡ്. അതേപോലെ റൈറ്റ് കരോട്ടിഡും ഇന്റേണൽ കരോട്ടിഡും എക്സ്റ്റേണൽ കരോട്ടിഡായിട്ട് ഡിവൈഡ് ഉണ്ട്. ഇനി എന്താണ് ഇന്റേണൽ കരോട്ടിഡിൻ്റെ ഫംഗ്ഷൻ? Different parts of it supply oxygen and nutrients to the different parts of the brain. External carotid എന്ന് പറയുമ്പോൾ ബാക്ക് ഓഫ് ദ ഹെഡ്, തലയുടെ പുറകിൽ, ടങ്, ലിപ്പ്, salivary glands, പിന്നെ മസിൽസ് എത്തിച്ചോ, ഇതിലേക്കൊക്കെ ബ്ലഡ് സപ്ലൈ ചെയ്യുന്നത് എക്സ്റ്റേണൽ കരോട്ടിഡ് ആണ്.
ഇനി റൈറ്റ് സബ്ക്ലീവിയത്തിൻ്റെ ബേസിൽ വെച്ചിട്ട് അറ്റ് ദ ബേസ് ഇവിടെ ഒരു അഡീഷണൽ ബ്രാഞ്ചസ് വരുന്നുണ്ട്. ദിസ് ഈസ് കോൾഡ് ദ റൈറ്റ് സബ്ക്ലേവിയൻ ആർട്ടറി. ദിസ് ഈസ് ദ റൈറ്റ് സബ്ക്ലേവിയൻ ആർട്ടറി. റൈറ്റ് കരോട്ടിൻ്റെ ബേസിൽ ദർ ഇസ് it gives out another artery that is called the right subclavian artery. It divides into 3 branches. So this one is called the vertebral artery going to the vertebral column and brain. This is the internal mammary artery that is going to the diaphragm, pericardium, mammary glands, etc. And there is a brachial artery. This is the brachial artery which goes to the forelimbs, കൈയിലേക്ക് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ 3 ആർട്ടറിയാണ്. വെർട്ടിബ്രൽ ആർട്ടറി, ഇന്റേണൽ മാമറി ആർട്ടറിയാണ് ബ്രാക്കിയൽ ആർട്ടറി, റൈറ്റ് സബ്ക്ലേവിയൻ ആർട്ടറിയുടെ. ലെഫ്റ്റ് സബ്ക്ലേവിയൻ, ഇതാണ് ലെഫ്റ്റ് സബ്ക്ലേവിയൻ എന്ന് പറയുന്നത്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ സിസ്റ്റമിക്കോ കരോട്ടിക്കോ അയോട്ടിക് ആർച്ചസ് എന്നാണ്. അതിനും 3 ബ്രാഞ്ചസ് ഉണ്ട്. ഒന്ന് മുകളിലേക്ക് പോകുന്നത് വെർട്ടിബ്രൽ ആർട്ടറി എന്ന് പറയും, താഴത്തേക്ക് പോകുന്നതിനെ ഇന്റേണൽ മാമറി ആർട്ടറി എന്ന് പറയും. ദെൻ ദിസ് ഈസ് കോൾഡ് ബ്രാക്കിയൽ ആർട്ടറി, ദി സെയിം ബ്രാഞ്ചസ്. അപ്പോൾ റൈറ്റ് സബ്ക്ലേവിയൻ ആർട്ടറിയുടെ സെയിം ബ്രാഞ്ചസ് തന്നെയാണ് ലെഫ്റ്റ് സബ്ക്ലേവിയൻ ആർട്ടറി ഉള്ളത്. അത് പോകുന്നതും അതേ സ്ഥലത്തേക്ക് തന്നെയാണ്. റൈറ്റ് സബ്ക്ലേവിയൻ ആർട്ടറി എവിടത്തേക്കാണോ ബ്ലഡ് സപ്ലൈ ചെയ്യുന്നത് അതേ ഭാഗത്ത് തന്നെയാണ് ലെഫ്റ്റ് സബ്ക്ലേവിയൻ ആർട്ടറി സപ്ലൈ ചെയ്യുന്നത്. ഒന്ന് റൈറ്റ് സൈഡിലേക്ക്, ഒന്ന് ലെഫ്റ്റ് സൈഡിലേക്ക്. ദാറ്റ് ഇസ് ദ ഡിഫറൻസ്. നൗ ഇത് ആർച്ച് ചെയ്തിട്ട് ഈ കരോട്ടിക്കോ സിസ്റ്റമിക് അയോട്ട ആർച്ച് ചെയ്തിട്ട് നേരെ താഴത്തെ കൂടെ, ഹൃദയത്തിൻ്റെ പുറകു വശത്ത് കൂടെ നേരെ താഴത്ത്, മുൻവശത്തെ കൂടെ അല്ല, നേരെ പുറകിലേക്ക് കൂടിയാണ്. നേരെ പുറകിലൂടെ ബിഹൈൻഡ് ദ ഹാർട്ട് ആൻഡ് ഗോസ് ഡൗൺ, താഴത്തേക്ക്, ഇങ്ങനെ താഴത്തേക്ക് വരും. ആൻഡ് ദിസ് ഈസ് കോൾഡ് ദ ഡോസൽ അയോട്ട. അതിൻ്റെ ഡോസൽ ഭാഗത്തേക്ക് കൂടിയാണ് അത് മൂവ് ചെയ്യുന്നത്. ഹെൻസ് ഇറ്റ് ഈസ് കോൾഡ് ഡോസൽ അയോട്ട എന്ന് പറയും. ഇനി അത് വെർട്ടിബ്രൽ കോളത്തിന് സമാന്തരമായിട്ട് താഴത്തേക്ക് മൂവ് ചെയ്യും. അപ്പോൾ അത് തൊറാസിക് റീജിയനിൽ ഇതിനെ തൊറാസിക് അയോട്ട എന്നും, അതേ ഡോസൽ അയോട്ട നേരെ അബ്ഡമൽ റീജിയനിൽ എത്തിക്കുന്ന സമയത്ത് തന്നെ അബ്ഡമിനൽ അയോട്ട എന്നും പറയും. നേരെ താഴത്തേക്ക് ഇങ്ങനെ മൂവ് ചെയ്യും തൊറാസിക് അയോട്ട. പിന്നെ വയറിൻ്റെ ഭാഗത്തേക്ക് എത്തുന്ന സമയത്ത് ഇത് അബ്ഡമിനൽ അയോട്ടയായിട്ട്. അപ്പോൾ തൊറാസിക് റീജിയനിലും അബ്ഡമിനൽ റീജിയനിലും വെച്ചിട്ട് അത് ഒരുപാട് ബ്രാഞ്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓരോ ഭാഗത്തേക്കും ബ്ലഡ് സപ്ലൈ ചെയ്യുന്നുണ്ട്. അതേതാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഇന്റർകോസ്റ്റൽ ആർട്ടറി എന്ന് പറയുന്നത്, വിച്ച് സപ്ലൈ ബ്ലഡ് ടു ദ റിബ്സ്. ഇതിങ്ങനെ വന്ന് 5 മുതൽ 7 വരെ 1 2 3 4 5 6 7 5 മുതൽ 7 വരെ ഉള്ള ഇന്റർകോസ്റ്റൽ ആർട്ടറീസിൻ്റെ റിബ് റീജിയൻ. അതിൻ്റെ താഴെയായിട്ട് ദർ ഈസ് അനദർ ബ്ലഡ് വെസൽസ്. സോ ദാറ്റ് ഈസ് ഇവിടെ ക്ലിയർ ആയിട്ട് മാർക്ക് ചെയ്യില്ല. ദിസ് ഈസ് കോൾഡ് ദ ഫ്രെനിക് ആർട്ടറി വിച്ച് സപ്ലൈ ടു ദ ഡയഫ്രം. ഡയഫ്രത്തിലേക്ക് ബ്ലഡ് സപ്ലൈ ചെയ്യുന്നതാണ് ഫ്രെനിക് ആർട്ടറി എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് എ ഡയഫ്രം. ഈ ഡയഫ്രത്തിലേക്ക് സപ്ലൈ ചെയ്യുന്നതാണ് ഫ്രെനിക് ആർട്ടറി എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ താഴെയായിട്ട് ദർ ഈസ് അനദർ ആർട്ടറി ദാറ്റ് ഈസ് കോൾഡ് മീഡിയൻ സീലിയാക് ആർട്ടറി. A median celiac artery, this one, divides into 2. രണ്ട് artery to divide. One is called hepatic artery and second one is called lineogastric artery. This one. So this is the celiac artery. Then രണ്ട് branches. One is called the hepatic artery. The other one is called as lineogastric artery. Lineogastric artery. This has many 5 branches going to the stomach and spleen. ഇത് സ്റ്റൊമക്ക് ആൻഡ് സ്പ്ലീനിലേക്ക് പോകുന്നത്. ഇത് നേരെ ലിവറിൻ്റെ പല ഭാഗത്തേക്കും ബ്രാഞ്ചസ് കൊടുക്കുന്നു. സോ ദിസ് ഈസ് കോൾഡ് ദ ഹെപ്പാറ്റിക് ആർട്ടറി ആൻഡ് ദിസ് ഈസ് കോൾഡ് ദ ലൈനോഗാസ്ട്രിക് ആർട്ടറി. 2 ബ്രാഞ്ചസ്. അവിടുന്ന് താഴത്തേക്ക് വരുന്ന സമയത്ത് യു ക്യാൻ സി അനദർ ആർട്ടറി ദാറ്റ് ഈസ് കോൾഡ് ദ ആൻറ്റീരിയർ മീസെൻട്രിക് ആർട്ടറി. ആൻറ്റീരിയർ എന്ന് പറഞ്ഞാൽ മുകൾ ഭാഗത്ത്, മീസെൻട്രിക് എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് മീൻസ് ദ അബ്ഡമൻ, ഇൻഡസ്റ്റൈൻ. ഇതാണ് ആൻറ്റീരിയർ മീസെൻട്രിക് ആർട്ടറി എന്ന് പറയുന്നത്. അതിൽ കുറേ ബ്രാഞ്ചസ് ഉണ്ട്. വൺ ഗോസ് ടു ദ ഡുവോഡിനം. സോ ദിസ് ഈസ് ദ ഡുവോഡിനൽ ആർട്ടറി. വൺ ഗോസ് ടു ദ പാൻക്രിയാസ്, പാൻക്രിയാറ്റിക് ആർട്ടറി. ദെൻ ഇലിയത്തിലേക്ക് പോകുന്നത് ഇലിയൽ ആർട്ടറി. താഴെ ഭാഗത്ത് സീക്കം, കോളോൺ, ഈ ഭാഗത്തേക്കൊക്കെ ബ്ലഡ് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതാണ് ആൻറ്റീരിയർ മീസെൻട്രിക് ആർട്ടറി എന്ന് പറയുന്നത്.
anterior mesenteric artery തൊട്ട് താഴെയായിട്ട് there is renal artery. This is the renal artery which goes to the kidney. Right kidney and left kidneyയിലേക്ക് പോകും. അതിൻ്റെ താഴെയാണ് gonadial artery ഉള്ളത്. This one is the gonadial artery, goes to the gonads. മെയിലാണ് അതിനെ spermatic artery എന്ന് പറയും, ഫിമെയിലാണെങ്കിൽ ovarian artery എന്ന് പറയും. Spermatic artery and ovarian artery. അത് കഴിഞ്ഞിട്ട് gonadial arteryയുടെ തൊട്ട് താഴെയായിട്ട് there is another artery that is called the posterior mesenteric artery. Posterior mesenteric artery supply to the lower part of the colon and rectum. Colon and rectum ഭാഗത്തേക്ക് സപ്ലൈ ചെയ്യുന്നതാണ് posterior mesenteric artery എന്ന് പറയുന്നത്. അപ്പോൾ anterior mesenteric ഉണ്ട്, posterior mesenteric ഉണ്ട്. Next one is the lumbar artery. അടിവയറിൻ്റെ ഭാഗത്ത് കാണുന്നതാണ് lumbar artery എന്ന് പറയുന്നത്. Supply blood to the dorsal body wall. ശരീരത്തിൻ്റെ പുറം ഭാഗത്തൊക്കെ ബ്ലഡ് സപ്ലൈ ചെയ്യുന്നത് ബാക്ക് ഓഫ് ദി നട്ടലിൻ്റെ അടിഭാഗം, ആ ഭാഗത്തേക്ക് സപ്ലൈ ചെയ്യുന്നത് ലംബാർ ആർട്ടറിയാണ്. നോ ഇവിടുന്ന് കുറച്ചും കൂടി താഴത്തേക്ക് വരുന്ന സമയത്ത് ദിസ് ഈസ് എ കോമൺ ഇലിയാക് ആർട്ടറി. ഇതിൻ്റെ കോഡൽ ആർട്ടറി, ഇത് ഡോസലായിട്ട് കണ്ടിന്യൂസ് ആസ് എ കോഡൽ ആർട്ടറി വിച്ച് സപ്ലൈഡ് ബ്ലഡ് ടു ദി ടെയിൽ റീജിയനിലേക്ക് പോകുന്നു. അവിടുന്ന് ഇത് ഒന്ന് റൈറ്റിലേക്കും ഒന്ന് ലെഫ്റ്റിലേക്കും ഡിവൈഡ് ചെയ്യുന്നുണ്ട് ഡോസലായിട്ട് താഴെ ഭാഗത്ത് വെച്ചിട്ട്. ഇതിനെയാണ് കോമൺ ഇലിയാക് ആർട്ടറി പറയുന്നത്. ടു കോമൺ ഇലിയാക് ആർട്ടറി വിച്ച് സപ്ലൈ ബ്ലഡ് ടു ദ ഹൈൻഡ് ലിംബ് ഓഫ് ഹിസ് സൈഡ്. ഒന്ന് റൈറ്റ് ലിംബിലേക്കും മറ്റേത് ലെഫ്റ്റ് ലിംബിലേക്കും പോകും, ഇടത്തേക്കാലും വലത്തേക്കാലിലേക്കും പോകുന്നത്. പിന്നെ കോമൺ ഇലിയാക് ഗിവ്സ് ഔട്ട്, അതിന് 3-4 ബ്രാഞ്ചസ് ഉണ്ട്. വൺ ഇസ് കോൾഡ് ഇലിയോ-ലംബാർ റീജിയൻ. ഇലിയോ-ലംബാർ റീജിയൻ സപ്ലൈ ബ്ലഡ് ടു ദ ഡോസൽ അബ്ഡോമിനൽ വാൾ. വയറിൻ്റെ ഭാഗത്തേക്ക് ബ്ലഡ് സപ്ലൈ ചെയ്യുന്നത് ഇലിയോ-ലംബാർ റീജിയൻ ആണ്. ദെൻ ഡിവൈഡ്സ് ഇൻടു ഇന്റേണൽ ഇലിയാക്. This is the internal iliac artery. This is the vesicular artery. Then വേറെ branch ആണ് vesicular artery. Internal iliac vesicular artery. Then it continues as femoral artery. One iliac രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. One is called the external iliacum, ഒരു internal iliacum arteries. അതേപോലെ ഇവിടെയുണ്ട്. Common iliac divides into an external iliac and internal iliac. Internal iliacന്റെ വേറൊരു ബ്രാഞ്ചാണ് വെസിക്കുലർ ആർട്ടറി എന്ന് പറയുന്നത്. വെസിക്കുലർ ആർട്ടറി സപ്ലൈ ബ്ലഡ് വെസൽസ് ടു ദ പെൽവിക് റീജിയൻ. യൂറിനറി ബ്ലാഡർ, യൂട്രസ്, റെക്ടം, ആനസ് എന്നീ ഭാഗങ്ങളിലേക്ക് ബ്ലഡ് സപ്ലൈ ചെയ്യുന്നതാണ് വെസിക്കുലർ ആർട്ടറി എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ ഇലിയാക് കണ്ടിന്യൂസ് ആസ് ഫിമോറൽ ആർട്ടറി. ഇതാണ് എക്സ്റ്റേണൽ ഇലിയാക് ആർട്ടറി എന്ന് പറയുന്നത്. അത് ഫിമോറൽ ആർട്ടറി ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നു, ഹൈൻഡ് ലിംബ്സിലേക്ക് പോകുന്നു, കാലിൻ്റെ താഴെ ഭാഗത്തേക്ക് ബ്ലഡ് സപ്ലൈ ചെയ്യും. This is about the arterial system.